ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനും ആ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. പക്ഷെ ഇത് ട്രാക്കാണ് എടുത്തത്. ട്രാക്ക് എടുത്തതിന് ശേഷം ദാസേട്ടനും ചിത്രയും വേറെ വേറെ വന്ന് പാടുകയായിരുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ മാഷ് തന്നെ അത് പാടി അങ്ങ് ട്രാക്ക് എടുത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരു പോർഷൻ പാടിയപ്പോഴത്തേക്ക് ഞാൻ രവിചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ചോദിച്ചിട്ട് ഇത് ഭയങ്കര കൊനിഷ്ടാണല്ലോ, കാരണം ഒരെണ്ണമേ പാടാൻ പ്രയാസമാണ്. അപ്പോൾ 3 എണ്ണം അടുപ്പിച്ചുകൊണ്ടിട്ട് എന്തിനാന്ന് ഇരിക്കട്ടടാ അങ്ങനെ, അതല്ലേ ഒരു രസം. പണ്ടൊരു വലിയ രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ശബരിമല പോകുന്നു. ഞാനൊരു 10-20 മലയുടെ മേളിൽ ചവിട്ടുണ്ട്. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു 10-18 വയസ്സ് മുതൽ എൻ്റെ ഫോട്ടോ ഇല്ല ആണെങ്കിൽ ഇട്ട് കാണിച്ചു തരായിരുന്നു എൻ്റെ ഒരു കോലം. അപ്പോൾ മാലയൊക്കെ ഇട്ട് 10-20 ദിവസം 21 ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് പോകും. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു രമേഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. പുള്ളി ദാസേട്ടൻ്റെ വലിയ ആരാധന, എല്ലാവരുമാണ്, ഞങ്ങളുമാണ്. പക്ഷേ പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും വിസിറ്റേഴ്സ് എന്നിട്ട് പറയാണ്, രമേഷ് ദാസേട്ടൻ്റെ വലിയ ആരാധകനാണല്ലോ, ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ വരൂ എന്ന് പറഞ്ഞിട്ട് നേരെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോകും. ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയിട്ട് ലൈറ്റൊക്കെ എങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ ഇവർ പേടിച്ചു എന്താണെന്നുള്ളത്. പെട്ടെന്ന് പുള്ളി ക്രിക്കറ്റ് കളിക്കും. പോയിട്ട് ആ വൈറ്റ് ആൻഡ് വൈറ്റ് മറ്റേ ക്രിക്കറ്റിൻ്റെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു വാഷ് ബേസിനുണ്ട്. ആ വാഷ് ബേസിൻ്റെ മൂലയിലുള്ള ലൈറ്റ് അങ്ങ് ഇടും. അപ്പോൾ അത് സ്റ്റേജായി. ഇടയെ കന്യകേ പോവുക നീ എന്ന് പറഞ്ഞ് പാട്ടങ്ങ് തുടങ്ങും. എന്നിട്ട് പാട്ട് കഴിഞ്ഞിട്ടാണ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കൈയടിയൊക്കെ വാങ്ങിച്ചു. വലിയ ഹാപ്പിയാണ് പുള്ളി. എപ്പോഴും ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ആരും കാണത്തില്ല. ഈ സമയത്ത് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പുള്ളിയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുപോലെ പുള്ളിയെ പാടാൻ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പാടിപ്പിക്കും. അപ്പം നമ്മൾ പറയും, രമേശാണ് ഇന്ന് കലക്കണ്ടേ, പമ്പ വരെ കലക്കിക്കണം. ഏറ്റെണ്ണ ഞാൻ ഏറ്റെന്ന് പറഞ്ഞിട്ട് മറ്റേ പാട്ട് പുസ്തകം ബുക്കൊക്കെ എല്ലാം റെഡി ആയിട്ട് കയറി കഴിഞ്ഞ് നമ്മൾ ഗണപതി പോലെ തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും. പക്ഷെ പുനലൂരെത്തുമ്പോഴത്തേക്ക് പുള്ളിയുടെ സൗണ്ട് പോവും. ആ പണി നമ്മൾ കാണിക്കും. അപ്പം ഞാനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പാട്ടാണ് ആദ്യം എടുത്തിട്ട് കൊടുക്കുന്നത്. നീ മോനൊന്ന് പാടിക്കേ. ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ മതി. ഇത്ര എന്തെങ്കിലും അവൻ പാടും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊക്കിക്ക്. രമേശ് ഇതാണ് കറക്റ്റ് പിച്ച്. ശബരിമലയിൽ പുള്ളി പിന്നെ അതിൽ പിടിച്ച് ഇത് പാടി കഷ്ടപ്പെട്ട് രത്നം ചാർത്തി ഇങ്ങനൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പാടി പുനലൂരെത്തുമ്പം ശബ്ദമേ ഇല്ല. പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നവരെ ഒരു ബഹളമില്ല, അനക്കമില്ല. പുള്ളിക്ക് ശബ്ദം അടച്ചു പോകും. അത് ഈ പാട്ടായിരുന്നു. പെട്ടെന്ന് കൊച്ചിലെ ഉള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മലയ്ക്ക് പോകുന്നെങ്കിലും അതിനിടയിലും കുസൃതി ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ ആൾക്കാരായിട്ട് കളിപ്പിക്കുക, പിന്നെ അവിടെ പോയി തൊഴുക എന്നുള്ളതും, പിന്നെ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്നത് എത്ര മിനിറ്റ് കൊണ്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം മലയെ തൊഴുത് കഴിഞ്ഞാൽ ഞങ്ങൾ റെഡി 1 2 3 4 എന്ന് പറയുമ്പോൾ 5 പേരും കൂടെ ഓടും. അയ്യോ ഇപ്പൊ ഒന്നും ആലോചിക്കാനൊന്നും വയ്യ. പാറ പോലെ ഇതും വേരും ഒക്കെ ഉണ്ട്. അതുവഴിയൊക്കെ ഓടി ചാടി വന്ന് പമ്പ വന്ന് കാല് കുത്തുമ്പോ ഇങ്ങനെ പുക പോവും. അത്രയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ പാട്ട് വന്നപ്പോ ഒരുപാട് ഓർമ്മ വന്നു.